ഇലക്ട്രോടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റീം അയൺ ബോക്സുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റായ 5 സ്റ്റീം അയൺ ബോക്സുകൾ ഏതെല്ലാമാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. വളരെ ഉയർന്ന വിലയുടെ സ്റ്റീം അയൺ ബോക്സുകൾ നമുക്കിന്ന് വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. അപ്പോൾ 5000 രൂപയോ 4000 രൂപയ്ക്കോ ഒക്കെ കൊടുത്തിട്ട് ഒരുപാട് ഫെസിലിറ്റീസ് കൂടിയ വാട്ട്സ് കൂടിയ സ്റ്റീം അയണുകൾ വാങ്ങിക്കാൻ കഴിയും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ തുണി നനച്ചിട്ട് കൂടുതൽ ചൂട് കൊടുത്ത് തേച്ചിട്ട് കാര്യമില്ല. നമ്മുടെ വസ്ത്രങ്ങളുടെ ആ ഒരു ചുളുക്ക് നോക്കുവാൻ വേണ്ടി കുറച്ച് സ്റ്റീം കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് സ്റ്റീം കൊടുത്തിട്ട് അത് ഒരുപാട് ചൂട് കൊടുത്ത് അത് നൂത്തെടുക്കുക എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് പണിയാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പൈസ ചിലവാക്കുകയല്ല ചെയ്യുന്നത്, വിവേകപൂർവ്വം അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റീം അയണുകളെയാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു സ്റ്റീം അയണുകൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതിനകത്ത് വെള്ളം നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വളരെ ലോക്കലായിട്ട് മെയ്ഡ് ചെയ്തിട്ടുള്ള അയൺ ബോക്സുകളാണെങ്കിൽ ഈ തെർമോസ്റ്റാറ്റ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഈ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടല്ലോ, ഈ ഒരു വാട്ടർ ടാങ്ക് ലീക്കായി പോകാനും നമ്മളെ ഈ അയൺ ബോക്സ് മൊത്തത്തിൽ കംപ്ലൈൻ്റ് ആവുകയും അതുകൂടാതെ ഷോക്ക് ഏൽക്കാനും ഒക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡുകളുടെ സ്റ്റീം അയൺ ബോക്സുകൾ തന്നെ വാങ്ങിക്കുക. ഒരാഴ്ചയിലെങ്കിലും ഒരിക്കലും നമ്മളിത് സ്റ്റീം വർക്ക് ചെയ്തില്ല എങ്കിൽ ഈ ഒരു സ്റ്റീം വരുന്ന ആ ഒരു ഹോളുകളുണ്ടല്ലോ, ആ ഒരു പോയിന്റുകളൊക്കെ അടഞ്ഞു പോകാൻ, നമ്മൾ സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വെള്ളം ഇതിനകത്ത് ഒരുപാട് നേരം ഒരുപാട് ദിവസങ്ങൾ കെട്ടി നിന്ന് കഴിഞ്ഞാലും ഇതൊക്കെ കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റീം അയണുകളെ മാത്രമേ നിങ്ങൾ വാങ്ങിക്കാവുള്ളൂ. ഒരുപാട് പൈസ കൊടുത്ത് സ്റ്റീം അയൺ വാങ്ങിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോടെക് മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. ഹോം അപ്ലയൻസുകളെ കുറിച്ച് പറയുന്ന ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ്. ഇതേപോലെ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോകളാണ് നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഓൺലൈനായിട്ടാണ് ഈ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ അഫിലിയേറ്റഡ് ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ ഒരു പർച്ചേസ് ചെയ്യുക. ഏറ്റവും ജെന്യൂനായിട്ടുള്ള സെല്ലറുടെ കയ്യിൽ നിന്നും ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള മോഡൽ തെറ്റാതെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് 1 രൂപ പോലും നഷ്ടമില്ലാതെ ഞങ്ങളുടെ ഒരു ചാനലിന് വളരെ ചെറിയ രീതിയിൽ ഫിനാൻഷ്യൽ സപ്പോർട്ടും ലഭിക്കുന്നതാണ്. നമ്മളിതിനകത്ത് പറയുന്ന പ്രോഡക്റ്റുകളൊന്നും ഒരു ബ്രാൻഡുമായിട്ട് നമുക്ക് യാതൊരു അലയൻസും ഇല്ല. ഇതൊരു പ്രൊമോഷൻ വീഡിയോയോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോയോ ഒന്നുമല്ല. ഞാനൊരു ഹോം അപ്ലയൻസുകൾ റിപ്പയർ ചെയ്യുന്നൊരു ടെക്നീഷ്യനാണ്. അതേപോലെ തന്നെ ഈ ഹോം അപ്ലയൻസുകളെ നന്നായിട്ട് പഠിക്കുകയും ചെയ്യുന്നൊരു ടെക്നീഷ്യനാണ്. അപ്പോൾ അയൺ ബോക്സുകളുടെയൊക്കെ സർവീസ്മാൻമാർ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരോടും അതേപോലെ തന്നെ ഉപയോഗിക്കുന്നവരോടും ഒക്കെ അഭിപ്രായം ചോദിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഒരു അയൺ ബോക്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തായാലും, പ്രത്യേകിച്ച് നമ്മൾ സ്റ്റീം അയണാണ് വാങ്ങിക്കുന്നത് എങ്കിൽ നന്നായിട്ട് സർവീസ് അവൈലബിലിറ്റി ഉള്ള സ്റ്റീം അയണിന് തന്നെ വാങ്ങിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഓൺലൈനൊക്കെ നോക്കുമ്പോൾ ഒരുപാട് റേറ്റിംഗ് ഉള്ള വില കൂടിയ സ്റ്റീം അയണുകൾ കിടപ്പുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ സർവീസ് ഇല്ലാത്ത ബ്രാൻഡുകളാണെങ്കിൽ ഒരുപക്ഷെ അതൊരു പണിയാണ്. അത് കംപ്ലൈൻ്റ് ആയാലും റിപ്പയർ ചെയ്യുക എന്നുള്ളത് ഒരു പ്രയാസകരമാണ്. ഒരു കാരണവശാലും സ്റ്റീം അയൺ ബോക്സുകൾ നോർമൽ ടെക്നീഷ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. നമ്മുടെ ഈ ഒരു സർവീസ് സെൻ്ററുകളിൽ തന്നെ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഒരു സർവീസ് അവൈലബിലിറ്റി ഉള്ള ബ്രാൻഡിൻ്റെ സ്റ്റീം അയണുകൾ വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റീം അയണുകളുടെ കൂട്ടത്തിൽ ഞാൻ 5ാമതായിട്ട് കൊടുത്തിരിക്കുന്നത് ഹാവൽസിൻ്റെ ഫാബോ എന്ന് പറയുന്ന 1250 വാട്ട്സ് വരുന്ന ഒരു സ്റ്റീം അയണാണ്. 110 മില്ലി ലിറ്ററാണ് ഇതിൻ്റെ വാട്ടർ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. 10 ഗ്രാം പെർ മിനിറ്റ് ആണ് ഇതിൻ്റെ സ്റ്റീം സ്പ്രേയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. 360 ഡിഗ്രി സേവബിൾ ആയിട്ടുള്ള കോഡാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അഡ്ജസ്റ്റബിൾ തെർമോസ്റ്റാറ്റ് കൺട്രോള്, വേരിയബിൾ സ്റ്റീം കൺട്രോള്, ഡിഫറൻറ്റ് ഫാബ്രിക് സെറ്റിങ്സ്, ടഫ്ലോണ്ട് കോട്ടഡ് സോൾ പ്ലേറ്റ് തുടങ്ങിയവ ഇവയുടെ സവിശേഷതയാണ്. ഈ ഒരു അയൺ ബോക്സിന് 2 വർഷമാണ് ഹാവൽസ് വാറൻറ്റി നൽകുന്നത്. ഏകദേശം ഒരു 1000 രൂപയാണ് ഈ ഒരു അയൺ ബോക്സിൻ്റെ വില വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. ഹാവൽസിൻ്റെ അയൺ ബോക്സുകളെല്ലാം അത്യാവശ്യം ഹൈ പെർഫോമൻസ് ഉള്ള നല്ല ക്വാളിറ്റിയുള്ള അയൺ ബോക്സുകളാണ്. നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഒരു 1000 രൂപയ്ക്ക് നമുക്ക് പെർഫെക്റ്റായിട്ട് സ്റ്റീം ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സ്റ്റീം അയൺ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. നിങ്ങൾ ഓൺലൈനായിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഈ ഒരു ലിങ്ക് ഉപയോഗിച്ച് വാങ്ങിക്കുക. ഇനി ഞാൻ 4ാമതായിട്ട് കൊടുത്തിരിക്കുന്നത് ഉഷയുടെ ഒരു അയൺ ബോക്സാണ്. ഉഷ 3713 എന്ന് പറയുന്ന അയൺ ബോക്സാണ്.
ഇത് 1300 വാട്ട്സ് ആണ് വരുന്നത്. 180 ml കപ്പാസിറ്റി ഉള്ള വാട്ടർ ടാങ്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. 18 ഗ്രാം പെർ മിനിറ്റ് ആണ് ഇതിൻ്റെ സ്റ്റീം സ്പ്രേയിങ് സ്പീഡ് എന്ന് പറയുന്നത്. ടഫ്ലോണ്ട് കോട്ടഡ് സോൾ പ്ലേറ്റ്, 360 ഡിഗ്രി സേവബിൾ കോഡ്, തെർമോസ്റ്റാറ്റിക് കൺട്രോൾഡ് ടെമ്പറേച്ചർ ഡയൽ, സെൽഫ് ക്ലീനിങ് ടെക്നോളജി മുതലായിട്ടുള്ള ഫംഗ്ഷനുകൾ ഈ ഒരു അയൺ ബോക്സിനകത്തും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അയൺ ബോക്സിന് 2 വർഷമാണ് വാറണ്ടി എന്ന് പറയുന്നത്. ഇതിൻ്റെ വിലയും ഏകദേശം ഒരു 1000 രൂപ തന്നെയാണ്. ഇനി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അയൺ ബോക്സുകളുടെ കൂട്ടത്തിൽ ഞാൻ മൂന്നാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിപ്രോയുടെ വിസ്റ്റ എന്ന് പറയുന്ന അയൺ ബോക്സ് ആണ്. ഇത് 1380 വാട്ട്സ് ആണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. 200 ml ആണ് ഇതിൻ്റെ വാട്ടർ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. 16 ഗ്രാം പെർ മിനിറ്റ് ആണ് ഇതിൻ്റെ ഒരു സ്റ്റീം പ്രൊഡ്യൂസിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സിറാമിക് നോൺ സ്റ്റിക് PTFC കോട്ടഡ് സ്ക്രാച്ച് റെസിസ്റ്റന്റ് സോൾ പ്ലേറ്റ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. വേരിയബിൾ സ്റ്റീം കൺട്രോള്, സെൽഫ് ക്ലീനിങ് ഫംഗ്ഷൻ, ഓവർ ഹീറ്റ് സേഫ്റ്റി ഫംഗ്ഷൻ മുതലായിട്ടുള്ള ഫംഗ്ഷനുകളും ഈ ഒരു അയൺ ബോക്സിനകത്ത് വരുന്നുണ്ട്. 360 ഡിഗ്രി സേവബിൾ ആയിട്ടുള്ള വയറാണ് ഈ ഒരു അയൺ ബോക്സിനകത്ത് വരുന്നത്. ഈ ഒരു അയറിനും 2 ഇയർ ആണ് വാറണ്ടി വരുന്നത്. ഏകദേശം 1300-1400 രൂപയാണ് ഈ ഒരു അയൺ ബോക്സിന്റെ വില എന്ന് പറയുന്നത്. ഇനി ഞാൻ രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നത് മോർഫി റിച്ചാർഡ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഗ്ലൈഡ് എന്ന് പറയുന്ന മോഡൽ സ്റ്റീം അയൺ ആണ്. 1250 വാട്ട്സ് ആണ് പവർ എന്ന് പറയുന്നത്. 300 ml ടാങ്ക് ആണ്. 15 ഗ്രാം പെർ മിനിറ്റ് ആണ് ഇതിന്റെ സ്റ്റീം സ്പ്രേയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നോൺ സ്റ്റിക് കോട്ടഡ് സോൾ പ്ലേറ്റ്, സെൽഫ് ക്ലീനിങ് ഫംഗ്ഷൻ, 360 ഡിഗ്രി സേവബിൾ വയർ, ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ മുതലായിട്ടുള്ള ഫംഗ്ഷനുകളും ഈ ഒരു അയൺ ബോക്സിനകത്ത് വരുന്നുണ്ട്. മോർഫി റിച്ചാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉയർന്ന ക്വാളിറ്റി ഉള്ള ബ്രാൻഡാണ്. നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന ബ്രാൻഡാണ്. ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സർവീസ് അവൈലബിലിറ്റി കേരളത്തിൽ പല ഭാഗത്തും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു ക്വാളിറ്റിയുടെ ഒരു ഗുണം കൊണ്ടാണ് ഇതിനെ ഞാൻ രണ്ടാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഞാൻ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് 2 ബ്രാൻഡുകളുടെ 2 സ്റ്റീം അയറുകളാണ്. ഒന്ന് ഹാവൽസിന്റെ വിക്ടർ എന്ന് പറയുന്ന മോഡലും മറ്റേതെന്ന് പറഞ്ഞാൽ ഫിലിപ്സിന്റെ GC 1920/28 എന്ന് പറയുന്ന ഒരു മോഡലുമാണ്. ഈ രണ്ടിനകത്തും 180 മില്ലി ലിറ്റർ ആണ് ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഹാവൽസിൻ്റെതിനകത്ത് 18 ഗ്രാം പെർ മിനിറ്റ് ആണ് മാക്സിമം സ്റ്റീം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഫിലിപ്സിൻ്റെനകത്ത് 19 ഗ്രാം പെർ മിനിറ്റ് ആണ്. രണ്ടിനകത്തും വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആയിട്ട് സ്റ്റീം സ്പ്രേ ചെയ്യാനും അയൺ ചെയ്യാനും സാധിക്കുന്നുണ്ട്. രണ്ടിലും നോൺ സ്റ്റിക് കോട്ടഡ് സോൾ പ്ലേറ്റ് തന്നെയാണ് വരുന്നത്. രണ്ടിനകത്തും സെൽഫ് ക്ലീനിങ് സോൾ പ്ലേറ്റുകളാണ് വന്നിരിക്കുന്നത്. രണ്ടിനും 2 ഇയർ ആണ് വാറണ്ടി വന്നിരിക്കുന്നത്. 2 അയൺ ബോക്സിനും ഏകദേശം ഒരു 1800-2000 രൂപയാണ് വരുന്നത്. ഏകദേശം ഒരേ ഫംഗ്ഷനുള്ള 2 മോഡലുകളാണ്. അതുകൊണ്ടാണ് ഇവ രണ്ടിനെയും ഞാൻ 1ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവൽസിന് നമുക്ക് കുറച്ചും കൂടി സർവീസ് അവൈലബിലിറ്റി കൂടുതലാണ്, ഫിലിപ്സിന് സർവീസ് അവൈലബിലിറ്റി കുറച്ച് കുറവാണ്. ഈ പറഞ്ഞ അയൺ ബോക്സുകളെല്ലാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാവുന്ന നല്ല ഒരുപാട് കാലം ഉപയോഗിക്കാൻ കഴിയുന്ന അയൺ ബോക്സുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതൊരു സ്റ്റീം അയൺ ബോക്സ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു സ്റ്റീം വർക്ക് ചെയ്യിപ്പിക്കണം. ഇപ്പം സ്റ്റീം ഉപയോഗിക്കുന്നില്ല എങ്കിൽ ആ ടാങ്ക് ക്ലീൻ ആക്കി വെള്ളം കളഞ്ഞിട്ട് ഉപയോഗിക്കുക. കാരണം വെള്ളം വെറുതെ കിടന്നാൽ മതി, അതിനകത്ത് പായൽ വരും. പായൽ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റീം വരുന്ന സുഷിരങ്ങളുണ്ടല്ലോ, അതെല്ലാം കീറി അടഞ്ഞു പോകും. ആ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് നിങ്ങൾ സ്റ്റീം അയൺ ബോക്സുകൾ ഉപയോഗിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.